തുടക്കം സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ. അതോടൊപ്പം തന്നെ ഈ സിനിമയെക്കുറിച്ചിട്ട് രണ്ട് മൂന്ന് കാര്യങ്ങളൂടെ പറയാനുണ്ട്. സിനിമ റിലീസിന് മുമ്പ് തന്നെ വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് ഇടവെച്ചത് ഒന്ന്, ലാലേട്ടൻ്റെ മകൾ ആദ്യമായിട്ട് ഈ സിനിമയിൽ എത്തുന്നു. ജന്തർമന്ദിൽ സമരം നടത്തിയിട്ടുള്ള കുട്ടികൾക്ക് അനുകൂലമായിട്ടൊരു പോസ്റ്റ് ഇട്ടതോടുകൂടിയാണ് നമ്മുടെ മിത്രങ്ങൾക്ക് വല്ലാത്ത കലിപ്പുണ്ടായത്. ഈ സിനിമ നിങ്ങൾ ഇനി ആരും തിയേറ്ററിൽ പോയി കാണരുത്, ഇത് ബഹിഷ്കരിക്കണം, ഇത് ജിഹാദികൾക്ക് വേണ്ടിയുള്ള ഒരു പ്രസ്താവനയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലും സൈബർ ഇടങ്ങളിലൊക്കെ വിസ്മയ മോഹൻലാലിനെതിരെയൊക്കെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ നമ്മൾ കണ്ടല്ലേ. സിനിമ റിലീസായി ഫസ്റ്റ് ഡേ തന്നെ നല്ല രീതിയിലുള്ള റെസ്പോൺസ് ആണ് ഈ സിനിമയ്ക്ക് ലഭിച്ചത്. അന്നേരം ഈ സംഘമിത്രങ്ങൾ പറഞ്ഞത് ഇത് ജിഹാദികളുടെ വിജയമാണ്, ജിഹാദികൾ കൂട്ടത്തോടുകൂടി ഈ സിനിമയിലേക്ക് തള്ളിക്കയറുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. എന്തായാലും ആദ്യ ദിനം സിനിമയ്ക്ക് നല്ലൊരു കളക്ഷനാണ് കിട്ടിയിരിക്കുന്നത്. 6,70,00,000 രൂപയാണ് ഇതിൻ്റെ കളക്ഷൻ ട്രാക്കേഴ്സ് ഇപ്പോൾ പുറത്തുവിടുന്ന ഒരു റിപ്പോർട്ട്. രണ്ടാം ദിവസമായ ശനിയാഴ്ചയും സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു കളക്ഷനാണ് കിട്ടിയിരിക്കുന്നത്. വേൾഡ് വൈഡിൽ നിന്നും മൊത്തം ഈ സിനിമ നേടിയിരിക്കുന്നത് 15,42,00,000 മൂന്നാം ദിവസമായിട്ടുള്ള ഞായറാഴ്ച ഈ സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്ന ടോട്ടൽ കളക്ഷൻ എന്ന് പറയുന്നത് 23 കോടിയാണ്. ഏതാണ്ട് 3 ദിവസം കൊണ്ട് ഈ സിനിമ നേടിയിരിക്കുന്നത് 40 കോടിയോളം രൂപയാണ്. കളക്ഷൻ ട്രാക്കേഴ്സ് പുറത്തുവരുന്ന ഒരു റിപ്പോർട്ട്. എന്നാൽ പല ഈ മോഹൻലാൽ ഫാൻസുകാരുടെ ഒക്കെ പേജിലൊക്കെ സിനിമ 2 ദിവസം കൊണ്ട് തന്നെ 50 കോടി ക്രോസ് ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില വാർത്തകൾ വരുന്നുണ്ട്. സത്യത്തിൽ ഈ സിനിമയ്ക്കെതിരെ ഇത്രയും നെഗറ്റീവ് കമൻറ്റുകൾ ഇടുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലാലേട്ടൻ ഫാൻസുകാർ തന്നെയാണ്. അതിനകത്തൊരു സംശയമില്ല. കാരണം സാധാരണ നോർമൽ ഓഡിയൻസ് ഈ സിനിമ കണ്ടിട്ട് ഇറങ്ങിയിട്ട് അവരവരുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. നല്ല അഭിപ്രായങ്ങളാണ് അവർ പറഞ്ഞത്. ഇപ്പം അശ്വന്ത് ഗോക്കിനെ പോലുള്ള ആളുകളൊക്കെ ഈ സിനിമയെ കീറി മുറിച്ച് വലിച്ച് കീറി ഭിത്തിയിലൊട്ടിച്ചൊക്കെ നമ്മൾ കണ്ടു. ഈ സിനിമയ്ക്കെതിരെ വ്യാപകമായിട്ടുള്ള സൈബർ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ലാലേട്ടൻ ഫാൻസുകാരാണെന്ന് പറയാം നമുക്ക്. കാരണം വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടൻ ഫാൻസിൽ ഏതാണ്ട് ഒരു 10-60% വരുന്നതും സംഘപ്രസ്ഥാനങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാർ. അപ്പം സംഘികൾക്കെതിരായിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയുകയോ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നടനാണെന്ന് പോലും നോക്കത്തില്ല. ഇപ്പം ഒരു കമൻറ്റ് ഞാൻ കണ്ടതാണ്, ഞങ്ങൾക്ക് രാജ്യമാണ് വലുത്, മോഹൻലാലിൻ്റെ മകളോ അല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഈ ലാലേട്ടൻ്റെ ആരാധകർ ഇട്ടിരിക്കുന്ന ചില പോസ്റ്റുകൾ കാണാം. സത്യത്തിൽ ഇതൊരു സിനിമയല്ലേ? ഇത് ലാലേട്ടൻ്റെ സിനിമയാണോ? മോഹൻലാലിൻ്റെ മകൾ ആദ്യമായിട്ട് ഒരു സിനിമ ചെയ്തു, ആ സിനിമ തിയേറ്ററിൽ വന്നു, ആ പെൺകുട്ടിയുടെ അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ ഇത്രയധികം തേജോവധം ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? ഇപ്പൊ ടൊവിനോ തോമസ്, അതുപോലെ മമ്മൂട്ടി, ദുൽഖർ സൽമാൻ, ഒരുപാട് സെലിബ്രിറ്റികളായിട്ടുള്ള ആളുകൾ അവർക്ക് അനുകൂലമായിട്ടൊരു അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ അവരെല്ലാം രാജ്യവിരുദ്ധരായി മാറി. ഇതെന്തൊരു നാടാണ് നമ്മുടേത്. ഇപ്പൊ ഈ ഒരു സിനിമയ്ക്ക് ഒരു അഭിപ്രായം പറഞ്ഞു, അല്ലെങ്കിൽ സിനിമ കൊള്ളാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് പറയാം, നീ ജിഹാദിയാണ്, നീ സുഡാപ്പിയാണ്, നീ സുഡാപ്പി ആയതുകൊണ്ടാണ് നീ ഈ സിനിമയെ സപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ ഈ സിനിമയ്ക്ക് നെഗറ്റീവ് പറഞ്ഞിരുന്നെങ്കിൽ ഈ പറയുന്ന ആളുകളെല്ലാവരും കൂടെ വന്നിട്ട് പറഞ്ഞാൽ നിനക്ക് ലാലേട്ടൻ്റെ മകൾ അഭിനയിച്ചത് കൊണ്ട് നിനക്ക് സിനിമ ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ ലാലേട്ടൻ ഗസ്റ്റ് റോളിൽ വന്നത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വന്ന് കരഞ്ഞു മൂങ്ങുന്ന കുറേ വേട്ടാവളിയന്മാരുണ്ടാകും. അപ്പൊ സത്യസന്ധമായിട്ട് നമ്മൾ നമ്മുടെ അഭിപ്രായം പറയും. ഇപ്പൊ ലാലേട്ടൻ്റെ ബാറോസ് എന്ന സിനിമ, അതുപോലെ മരക്കാർ എന്ന സിനിമ, ഇങ്ങനെയുള്ള സിനിമകളൊക്കെ വന്നപ്പോഴത്തേക്ക് നമ്മൾ ആ സിനിമയെ കുറിച്ചിട്ട് നമ്മുടെ അഭിപ്രായം പറഞ്ഞു. കാരണം ലാലേട്ടൻ അത്തരം സിനിമകളിലൊന്നും അഭിനയിക്കാനേ പാടില്ലായിരുന്നു. അത്രയും മോശമായിട്ടുള്ള, അത്രയും കൂതറയായിട്ടുള്ള സിനിമയിലൊക്കെ അഭിനയിച്ച് അത് നെഗറ്റീവ് പറഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് ആർക്കും സൂചിച്ചില്ല. തുടരി വന്ന സിനിമ, അതിന് ഞാൻ പോസിറ്റീവ് റിവ്യൂ പറഞ്ഞപ്പോൾ അതിൻ്റെ താഴെ വന്നിട്ട് ഉമ്മാരിട്ട കമൻ്റ് എന്താണ്, നിവർത്തിയില്ലാത്തത് കൊണ്ട് നീ പറഞ്ഞു പോയതാണെന്നാണ് പറഞ്ഞത്. അപ്പം ഇവന്മാരെ പോലെ ഭൂലോക മണ്ടന്മാരും വിവരം കെട്ടവന്മാരും വേറെ ഇല്ല കേട്ടോ. എന്തായാലും സിനിമ നല്ല രീതിയിലുള്ളൊരു കളക്ഷൻ നേടിയെടുക്കുന്നുണ്ട്. പക്ഷേ ഈ പറയത്തക്ക അല്ലെങ്കിൽ ഇപ്പം ഈ 3 ദിവസം കൊണ്ട് ഈ 50 കോടി അല്ലെങ്കിൽ 60 കോടി അല്ലെങ്കിൽ 100 കോടിയിലേക്ക് എത്തുന്നു എന്നൊക്കെ പറഞ്ഞ് തള്ളി വരുന്നത്, അതായത് തിങ്കളാഴ്ച ദിവസമായിട്ടുള്ള ഈ ദിവസങ്ങളിലൊക്കെ ബുക്ക് മൈ ഷോ നോക്കിയാൽ നമുക്കറിയാം വലിയ രീതിയിലുള്ള ഒരു ബുക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും സിനിമയ്ക്കില്ല. എന്നാൽ ഒരു നോർമൽ ഓഡിയൻസ് ഈ സിനിമയ്ക്ക് വരുന്നുണ്ട്. ഷുവറായിട്ടും ഈ സിനിമ 50 കോടിക്ക് മുകളിൽ എത്താനായിട്ടുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. ഒരു പക്ഷേ ചിലപ്പം 100 കോടി ക്ലബിലേക്ക് വരെ ഈ സിനിമ എത്തിയേക്കാം. കാരണം ഇനി വരാൻ പോകുന്ന ഓണം അവധികളിലൊക്കെ തിയേറ്ററിലേക്ക് ആളുകൾ നല്ല രീതിയിൽ എത്തും. പക്ഷേ ഈ സിനിമയെ നശിപ്പിക്കുന്നതും സിനിമയെ മോശമാക്കുന്നതും ഈ ലാലേട്ടൻ്റെ ഫാൻസുകാർ തന്നെയാണ്. അതിനകത്ത് ഒരു സംശയമില്ല. ബാക്കി നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന ആളുകളൊന്നും ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങളോ കമൻറ്റുകളോ പറയാറില്ല. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സിനിമ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു വട്ടം ഈ സിനിമ തിയേറ്ററിൽ പോയി തന്നെ കാണണം. കാരണം സിനിമ വിസ്മയ ആയാലും കൊള്ളാം, ആശിഷ് നമ്മുടെ ആന്റണി പെരുമ്പാവൂരിന്റെ മകനാണെങ്കിലുള്ള തകർപ്പൻ പെർഫോമൻസ് ആണ് രണ്ടുപേരെയും. ആദ്യമായിട്ട് അവർ സിനിമയിൽ അഭിനയിക്കുന്നു എന്നുള്ള ഒരിതും നമുക്ക് ആ സിനിമ കാണുമ്പോഴത്തേക്ക് തോന്നുന്നില്ല. അത്രയും കിടിലം പെർഫോമൻസ് ആണ് രണ്ടുപേരും കാഴ്ചവെച്ചിരിക്കുന്നത്. ഒരു ചെറിയൊരു മെസ്സേജ് ഈ സിനിമ നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് പെൺകുട്ടികളുള്ള അച്ഛനും അമ്മമാരും പെൺകുട്ടികളോടൊപ്പം ഈ സിനിമ പോയി കാണുന്നത് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള അഭിപ്രായം. നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാം.